സ്ട്രീമിംഗ് അപ്പോൾ തുടങ്ങാൻ പോവാണ്. ഇന്നിപ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ടുള്ള വിഷയം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഓക്കെ, സ്ട്രീമിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ലൈവ് ഇവിടെ കട്ടായി പോകണ്ടല്ലോ. ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഹലോ, ഇതിപ്പോ എവിടേക്ക് ഇപ്പൊ പോകണം? ഓക്കേ, ഞാനിപ്പോൾ ലൈവിലാണ്. കുഴപ്പമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനേ ഇപ്പൊ ഇത്രയും നാളെ ഞാൻ ലൈവ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയാ അനക്കില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രശ്നമില്ലല്ലോ. അല്ല, ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ അനക്കില്ലാണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു പുതിയ സംഭവമൊക്കെ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതിപ്പോ എങ്ങനെയാ സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇപ്പോ കേരളത്തിൽ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇപ്പോ ചർച്ച ചെയ്യുന്ന ഒരു ആവശ്യമില്ലാണ്ട് ചർച്ച ചെയ്യുന്നതാണ് സത്യം പറയാണെന്നാണ് കേട്ടോ. കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തൊപ്പി വിവാദം. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് ഒരു വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരും കാണുന്നുണ്ടാവുന്നില്ല. ഞാനൊന്ന് യൂട്യൂബിലും കൂടെ ഒന്ന് സ്ട്രീം ചെയ്യാനുള്ള പരിപാടി ഒന്ന് ഒരുമിച്ച്, പക്ഷെ അത് സക്സസ് ആയില്ല. എനിവേ, നമുക്കത് നാളെ എങ്ങനെ നോക്കാം. നാളെ എനിക്ക് എൻ്റെ ഓഫാണ്. അപ്പോൾ എറർ ഹാൻഡിലിന്റെ പുതിയൊരു സ്ട്രീമും കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എൻ്റെ കൂട്ടുകാരൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് ബിരിയാണി പോയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എറർ ഹാൻഡിലിന്റെ പുതിയൊരു സ്ട്രീമിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരുകളിൽ ഒന്നാണ് തൊപ്പിയുടെ പേര്. ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് നോക്കിയാലും എന്താ പറയാ ഒരേ ഒരേ ഒരു വിഷയം, ഈ തൊപ്പി വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയണേ തൊപ്പീനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണ് എന്നുള്ളതാണ്. മറ്റു ചിലർ പറഞ്ഞ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത്രയും കാലമായിട്ട് പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരികയാണെന്നും കൂടി ചില ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. നമുക്ക് അതിലെ സത്യം എന്താ നമുക്കറിയില്ല. മറ്റു ചിലർ പറയുന്നത് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഡ്രാമ മാത്രമാണെന്നാണ്. അതായത് ഈ പറയുന്ന തൊപ്പി തന്നെ ഒരു എന്താ പറയാ, എല്ലാരും പറയുന്ന കാര്യം തന്നെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതുണ്ട് ഇതുണ്ട് എന്നുള്ള കാര്യം പറയില്ലല്ലോ. അപ്പൊ സത്യത്തിൽ എന്താ നടക്കുന്നത് ഒരു പിടുത്തല്ല. അപ്പൊ ഈ വീഡിയോയില്, അതായത് ഈ സ്ട്രീമിങ്ങില് ഞാൻ ആരുടെയും ഭാഗമൊന്നും പിടിക്കുന്നില്ല. അതായത് തൊപ്പീനെ പിടിച്ചിട്ട് ദൈവത്തിനെ പോലെ കാണിക്കാനുള്ള പരിപാടിയൊന്നും എനിക്കില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായി അല്ല കുറ്റക്കാരനായിട്ട് വിധിക്കാനുള്ള പരിപാടിയും എനിക്കില്ല. അതൊന്നും എന്റെ ജോലി ഇല്ല കേട്ടാ. അപ്പൊ എന്താണ് എന്റെ ജോലി? ആ സംഭവം നോക്കുക, വിവിധ വശങ്ങൾ കേൾക്കുക, പിന്നെ സ്വതന്ത്രമായ ഒരു അഭിപ്രായം രൂപപ്പെടുത്തുക. അത് മാത്രമല്ലോ. തൊപ്പി എന്ന ഫിനോമിനൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ഒരു സ്വാധീനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ നടന്മാരെക്കാട്ടും കൂടുതൽ മത്സരിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ യുവാക്കളെ സ്വാധീനിച്ച പേരുകളിൽ ഒന്നാണ് തൊപ്പി. അത് ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ, അതങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹം മറ്റുള്ളവരെ പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ മിക്ക യൂട്യൂബർമാരും ക്യാമറയ്ക്ക് മുന്നിൽ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കും. പക്ഷെ തൊപ്പി പലപ്പോഴും ഫിൽട്ടർ ചെയ്യാതെയുള്ള എല്ലാ പരിപാടികളും എന്താ പറയാ സ്വന്തം അങ്ങനെയാണ് ആളുടെ ഒരു 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 അവതരണം. ആ സ്വഭാവം ചില ആൾക്കാരൊക്കെ ആകർഷിക്കും. എന്താ പറയാ അതേ സ്വഭാവം തന്നെ മറ്റുള്ളവരെ എന്താ പറയാ അകറ്റി നിർത്താനായിട്ടുള്ളതും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂട്ടുണ്ടായിരുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരൊക്കെ തമ്മിൽ പരസ്യമായിട്ട് ആരോപണങ്ങളും മറുപടികളും സോഷ്യൽ മീഡിയ വഴി ലൈവുകളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ചില സാമ്പത്തിക ചൂഷണം ആരോപിച്ചുകൊണ്ടൊക്കെയാണ് ഈ പരിപാടികളൊക്കെ വരണേ. അതിൽ ചിലര് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പീഡനത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ചിലര് മയക്കുമരുന്ന് ഉപയോഗം, ലൈംഗിക ചൂഷണം, പോസ്കോ അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം
തൊപ്പി ചില ആരോപണങ്ങൾ നിഷേധിക്കുകയും തിരിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മളെ വാർത്താ റിപ്പോർട്ടുകളും അതുപോലെ അതനുസരിച്ചാണ് പോലീസും വിവിധ പരാതികളൊക്കെ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ആരോപണം എന്നത് തെളിവല്ല. അതുപോലെ ആരോപണം വന്നതുകൊണ്ട് അത് അവഗണിക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയ ഒരിക്കലും ഒരു കോടതിയല്ല. അത് കോടതി ആകുമ്പോൾ ഏറ്റവും അപകടകരമായിട്ട് എനിക്ക് തോന്നുന്ന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ആരോപണം വന്നാൽ അടുത്ത 5 മിനിറ്റിനുള്ളിൽ ആളുകൾ വിധി പറയാനായിട്ട് തുടങ്ങും. ഇവൻ കുറ്റക്കാരനാണ്, ഇവൻ നിരപരാധിയാണ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ നാടകമാണ്, ഇത് മുഴുവൻ സത്യമാണ്. ഇതെല്ലാം തൊപ്പിയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലെ അന്വേഷണങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ സമയം വേണം, എല്ലാത്തിനും ടൈം വേണം. ഓക്കെ, ബിരിയാണി വെക്കാനും സമയം വേണം എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ തൊപ്പിയുടെ കാര്യത്തിൽ നമുക്ക് സമയം കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാൻ സമയം വേണം. ഓക്കെ, സാക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിശോധിക്കണം, നിയമം അതിന്റെ ജോലി ചെയ്യണം. പക്ഷെ സോഷ്യൽ മീഡിയക്ക് വളരെയധികം ക്ഷമ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കണക്ഷൻ കട്ടായി പോയാ? കണക്ഷൻ കട്ടായി പോയിട്ട് പക്ഷെ ഇപ്പോഴും ഓക്കെ, സ്ട്രീമിംഗ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിവേ, ഒറ്റ മിനിറ്റ് കേട്ടാ, സ്ട്രീമിംഗ് ഒന്ന് നോക്കട്ടെ. ഒറ്റ മിനിറ്റ്, ഞാനിവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടൊന്നുമില്ല. സ്ട്രീമിംഗ് നടക്കുന്നുണ്ട്. എനിവേ, അപ്പോ ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ ആരോപണങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ട് ഒരു പ്രതിരോധ മനോഭാവം ഓട്ടോമാറ്റിക് ഉണ്ടാവും. മനസ്സിലാവുന്ന തൊപ്പിയുടെ ആരാധകരുടെ മാത്രം കാര്യമില്ല ഈ സംഭവം. ലോകത്തുള്ള എല്ലാ ഫാൻസുകൾക്കും ഇതേ സ്വഭാവം തന്നെയാണ്. വിമർശകരുടെ വാദം ഇനി മറുവശം നോക്കാം. അതായത് വിമർശകർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ സാധനം കട്ടായി, ഞാനിവിടെ ഒരു ഒറ്റ മിനിറ്റ് ഇടാ, എന്താ വരാത്ത നോക്കട്ടെ. എന്താ പ്രശ്നം, എന്താണ് ഇവിടെ പ്രശ്നം? ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഞാൻ നിലവിലിപ്പോ ലൈവ് തന്നെയാണല്ലോ. ഓക്കെ 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 ലൈവ് തന്നെയുണ്ട് കേട്ടാ. അപ്പൊ വിമർശകർ എന്താ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് കുട്ടികള് കാണുന്ന ഒരു എന്താ പറയാ ആളാണ് ഈ തൊപ്പി. അത് എന്തിന്റെ ഭ്രാന്താ ഇത് കാണുന്നത് എന്നുള്ളത്. എൻ്റെ ഒക്കെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഞാൻ തലടിച്ച് പൊളിച്ചേ, മനസ്സിലാവണ്ട. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പെരുമാറണം. മനസ്സിലാവണ്ട. അപ്പൊ ഇതില് കാരണം ഒരു സ്കൂൾ വിദ്യാർത്ഥി ദിവസം മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് പലപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ആണെന്നാണ് ഇപ്പൊ പറയണത്. അവിടെ അവർ കാണുന്നത് അവരുടെ റോൾ മോഡലൊക്കെ ചിലപ്പോ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അതായത് ഇൻഫ്ലുവൻസർമാർ, അവരുടെ ഭാഷ, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വാധീനമൊക്കെ വളരെയധികം അവരെ എന്താ പറയാ എഫക്ട് ചെയ്യും. അത് യഥാർത്ഥത്തിൽ അത് ഒരാളുടെ പ്രശ്നം മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കണം. ഇവിടെയാണ് ഞാൻ വലിയൊരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹം. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാം ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഇന്ന് കേരളത്തില് എത്ര ഇൻഫ്ലുവൻസർ, രണ്ട് ബീരടിച്ചിട്ടുണ്ടാകുന്ന നാവുകയാണ്, എത്ര ഇൻഫ്ലുവൻസർമാരുണ്ടെന്ന് അറിയും. അതുപോലെ ഉം, ഉം, എത്ര പേരാണെന്നറിയും ഈ വിവാദങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധ നേടാനായിട്ട് ഷോക്ക് വാല്യൂ ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇതുപോലെ അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിരുകൾ ഇല്ലാണ്ടുള്ള ഓരോ കാട്ടായങ്ങൾ. അത് ഈ തൊപ്പിയുടെ പ്രശ്നത്തിലുണ്ടായിരുന്നു. തൊപ്പിയുടെ കാര്യകാലം അങ്ങനെയായിരുന്നല്ലോ. നൂഡിൽസ് എടുത്ത് ട്രൗസറിന്റെ ഉള്ളിൽ കിട്ട വ്യക്തിയാണ് അവൻ. ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പെടാപ്പാട് പെടാം. കള്ളപ്പണിയും അല്ലാത്ത പണിയൊക്കെ നമ്മളോട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പ്രവാസികളുടെ കാര്യമായിട്ട് ഞാൻ പറയണേ. അപ്പൊ പ്രശ്നം ഒരു വ്യക്തിയല്ല, അതായത് ഒരു സംസ്കാരം. ഈ അൽഗോരിതൊക്കെ ഇപ്പൊ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ട്രീമിംഗ് ചാനൽ നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. അപ്പൊ അൽഗോരിതം പിടിച്ചിട്ട് ആ സാധനം കോപ്പിറൈറ്റ് അടിക്കും. അപ്പൊ ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് മറ്റുള്ള കാര്യങ്ങളും അൽഗോരിതം പിടിച്ചിട്ട് അല്ലെങ്കിൽ അത് പാടില്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാണ്ട് ശരി ഇല്ലാന്നല്ല പറയണേ, മനസ്സിലാവണ്ട. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു നല്ല വിദ്യാഭ്യാസ വീഡിയോയ്ക്ക് 20,000 വ്യൂസ്, അല്ലെങ്കിൽ ഒരു വലിയ വിവാദം ലൈവിന് 20 ലക്ഷം വ്യൂസ്. ഇതാണ് അതിന്റെ ഒരു ഡിഫറൻസ്, മനസ്സിലാവണ്ട. അപ്പോ കണ്ടന്റ് ക്രിയേറ്ററൊക്കെ എന്ത് ചെയ്യും? വീണ്ടും വിവാദം സൃഷ്ടിക്കും. കാരണം അതാണ് ശ്രദ്ധ പിടിക്കുന്നതേ. തൊപ്പിയുടെ മാത്രം പ്രശ്നമല്ല അത്, ലോകമെമ്പാടുള്ള നടക്കുന്ന കാര്യം ഈ സംഭവം.
അപ്പൊ തൊപ്പി ഫയൽസ് എന്ന ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തൊപ്പി ഫയൽസ് എന്ന പേരിൽ നിരവധി വീഡിയോകളും ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഇവരുടെ കൂട്ടുകാരന്മാരിടുന്നു, ഇയാളിടുന്നു, ഇത് കൂടാണ്ട് ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ MRSF, അതിൻ്റെതായ വ്യക്തികൾ യൂട്യൂബിൽ ലൈവ് അടിക്കുന്നു. ഇത് കൂടാണ്ട് ഇപ്പൊ ഞാനും ഹാൻഡലറും ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ മുൻ സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കം പൊതുവേദിയിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും റെഡിറ്റിലുള്ള ചർച്ചകൾക്ക് സാമ്പത്തിക തർക്കം, വ്യക്തിപരമായ വൈരാഗ്യം, പ്രതികാരം, പബ്ലിസിറ്റി തുടങ്ങിയ എല്ലാ വ്യാഖ്യാനങ്ങളും ആളുകളും ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൊതുജനങ്ങൾ കാണുന്നത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. ശരിയല്ലേ? നിങ്ങൾ കാണുന്നതിന്റെ മുഖം കാണാനല്ലേ നിങ്ങൾ ഞാൻ സംസാരിക്കാം. അപ്പൊ അതൊരു ഭാഗം മാത്രമാണ് കാണുന്നത്. അതിലെ നിയമത്തിന്റെ പങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമീപകാല റിപ്പോർട്ടുകളുടെ പ്രകാരം IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയണേ. ചില ആരോപണങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് വളരെ ലളിതമാണ്. അതായത് അന്വേഷണം നടക്കട്ടെ, തെളിവുകൾ വരട്ടെ, നിയമം തീരുമാനിക്കട്ടെ എന്താണെന്നൊക്കെ എന്നുള്ളത് മനസ്സിലാവണ്ട. സോഷ്യൽ മീഡിയകളുടെ ശബ്ദം നിയമത്തിന്റെ സ്ഥാനത്ത് വരരുത് ഒരിക്കലും. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അല്ലല്ലോ ഇവിടുത്തെ നിയമം, ഇവിടുത്തെ കോടതി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മീഡിയേറ്റർ മാത്രമാണ്. അപ്പൊ ഇവരൊന്നല്ല അതിന്റെ കോടതി. നമ്മുടെ യുവാക്കൾ പഠിക്കേണ്ട പാഠം എന്താ? ഈ വിഷയത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്ന പാഠം എന്താണെന്ന് അറിയാമോ? എന്താ? എന്തൊക്കെ ഉണ്ടാക്കണം ഈ വിഷയത്തിൽ നിന്ന് അറിയാനായിട്ട്? എന്ത് പണ്ടാറുള്ള അതിൻ്റെ ഉള്ളിൽ? അതായത് ഒരു ഇൻഫ്ലുവൻസർ ഒരിക്കലും ദൈവമാക്കരുത്. അങ്ങനാക്കുന്ന ആൾക്കാരുണ്ട്. അത് തൊപ്പിയായാലും മറ്റാരായാലും. കാരണം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കും. ഓക്കെ, എല്ലാവരും മനുഷ്യരാണ്. എനിക്കും തെറ്റ് സംഭവിക്കും, തൊപ്പിക്കും സംഭവിക്കും. പക്ഷേ ഇത് സംഭവിക്കുന്ന തെറ്റുകൾ നമ്മൾ വലിയ സംഭവമായിട്ട് എടുത്ത് പിടിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കാണ്ട് ഒരാൾ പൂർണ്ണമായിട്ട് ആരാധിക്കുകയും പിന്നെ പൂർണ്ണമായിട്ട് വെറുക്കുകയും ചെയ്യുന്ന സംസ്കാരം അത്ര അങ്ങോട്ട് നല്ല പരിപാടിയല്ല. അതായത് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ, ഈ വിഷയം തൊപ്പിയെക്കുറിച്ചുള്ള ഒരു കഥ മാത്രമല്ല. ഇത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയുടെ ഒരു കഥ. അതിപ്പോ ഇന്നിപ്പോ തൊപ്പി, നാളെ ഇപ്പൊ വേറെ പട്ടിയോ പൂച്ചയൊക്കെ വരും. മനസ്സിലാവണ്ട. ഇത് ഇൻഫ്ലുവൻസർമാരുടെ ഒരു ശക്തിയും അത് ഉത്തരവാദിത്തത്തിന്റെയും ഒരു സംഭവമാണ് ഈ സംഭവം. ഇത് അൽഗോരിതം തേങ്ങാ പിണ്ണാക്കൊന്നുമല്ല. മനസ്സിലാവണ്ട. ഇവരെല്ലാരും വളരുന്നത് നമ്മുടെ വ്യൂ കൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കുക. നമ്മുടെ ലൈക്ക്, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ അറ്റൻഷൻ, ഇതുകൊണ്ടൊക്കെയാണ് ഇവർ വളരണം. അതുകൊണ്ട് തൊപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടായാലും ഈ വിഷയത്തെ ഒരു വ്യക്തിയുടെ പ്രശ്നമായി മാത്രം കാണാതെ സോഷ്യൽ മീഡിയ സംസ്കാരത്തിന്റെ വലിയ ഒരു ചിത്രം നോക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ചിലപ്പോൾ ഒരു വിവാദം, വലിയ കഥ അതിന്റെ പിന്നിലായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞ മനസ്സിലായ? നമ്മൾ ആദ്യം നമുക്ക് എന്താ പറയാ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ ഇവിടെ നടക്കണേ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കുക. പിന്നെ ഈ അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതുപോലുള്ള ഇപ്പൊ കിക്ക്, ട്വിച്ച്, അങ്ങനെ റെഡിറ്റ് ഇതുപോലുള്ള സംഭവങ്ങളില്ലാണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം. കാരണം ഇത് നമ്മുടെ ലൈഫിന് ഇവർ തരുന്ന റിസൾട്ട് 50-50 ആണ്. അതായത് ഒരു 50% അവർ നമുക്ക് നല്ലത് തരണമെങ്കിൽ അതേ 50% അവർ നമുക്ക് പൊട്ടി തരണം. അപ്പൊ ഇതിൽ നിന്ന് എന്തെടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ള ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതായത് കൂടുതൽ പേരൻസ്, ചെറിയ പിള്ളേരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ. സംഭവം ശരി, അത് കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഇതിനു വേണ്ടി കണ്ടപ്പോഴും കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യത്തൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊക്കെ പിടിച്ചിട്ടുള്ള ചുമ്പുരുമോട്ട് ഉറയ്ക്കണം. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ ഒരു മനമാറ്റമൊക്കെ വന്ന് പുള്ളിക്കാരൻ വീണ്ടും തിരിച്ചു വന്ന് ഇപ്പോ സംഭവം. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ ഈ സ്ട്രീമിങ്ങിൽ വളരെ മാന്യമായിട്ട് ഗെയിം കളിച്ച് അല്ലെങ്കിൽ സ്ട്രീം ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊന്നും നമുക്ക് അവരോട് ബഹുമാനം മാത്രമല്ല. കാരണം അവർക്കത് പറ്റി, അവരത് ചെയ്തു. കാശ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമല്ല അറിയാം. അമ്മാതിരി കാശ് അവർ സ്ട്രീമിങ്ങിൽ അവരുണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും തെറ്റെന്നൊന്നും പറഞ്ഞില്ല. കാരണം ഇത് എവിടെയും ബാൻ ചെയ്യണില്ലല്ലോ. മനസ്സിലാവണ്ട. ഓക്കെ, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലിയാണ് അവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് അവര് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരോട് തെറ്റൊന്നും പറയാനായിട്ട് പറ്റില്ല. പക്ഷെ അതിൽ ഇടുന്ന സംഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ വിലയിരുത്തി, പ്രത്യേകിച്ച് കുട്ടികളെ പോലുള്ള ചെറിയ പിള്ളേര്, ഈ ടീനേജ് ടീമുകളൊക്കെ ഇതൊക്കെ വന്ന് കാണുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവർക്ക് എന്താ കാണണേന്ന് നോക്കുന്ന ആ വിഷയം എന്താന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. പിന്നെ ഇനി വരുന്ന ഓരോ സ്ട്രീമേഴ്സും ചിന്തിക്കുക. അതായത് ഓരോ വ്യക്തിയും ഇന്നല്ലെങ്കിൽ നാളെ അവനിലൊരു കുടുംബം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ലിവിങ് ടുഗദർ ആണെന്നുണ്ടെങ്കിലും അവൻ അവിടെ ഒരു കുടുംബം അവൻ ഓട്ടോമാറ്റിക്കലി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഞാൻ നമ്മുടെ കേരളത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ഞാൻ പുറത്തേക്കൊന്നും പോണില്ല. അപ്പോ അപ്പൊ ഓരോ സ്ട്രീമേഴ്സും അത് വർത്താനം പറയുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്തിട്ടാ കൊടുക്കണേ. ഇപ്പോ രണ്ട് തെറി വിളിച്ചോണ്ടോ പിടിച്ചോണ്ടോ
പക്ഷെ ആ തെറി വിളിക്കുമ്പോൾ ആ പിള്ളേർ അത് അങ്ങനെ ഏറ്റെടുക്കുന്നുണ്ട്. മോഹൻലാലിന്റെ ഡയലോഗാണ്, സദാരി ഗിരി ഗിരി, എന്തോരം നാട് എന്തോരം പിള്ളേർ ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ തൊപ്പിയെ പോലുള്ള ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലും വൃത്തികൾ പറയുമ്പോൾ അത് പിടിച്ചോണ്ട് നടക്കണ കുറെ ആൾക്കാരുണ്ട്, കുറെ പിള്ളേരുണ്ട്. അപ്പൊ നമ്മളത് സൂക്ഷിക്കണം, നമ്മുടെ വായന്ന് വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന തൊപ്പീനെ സപ്പോർട്ട് ചെയ്യാനോ അല്ല, അവൻ തെറ്റുകാരനല്ല എന്നോ അല്ലെങ്കിൽ തെറ്റുകാരനാണ് എന്നൊന്നും പറയാനല്ല ഞാൻ പറയണേ. നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയണേ, നമ്മുടെ ചുറ്റുവട്ടം ഓരോരുത്തരും അവരുടേതായ ചുറ്റുവട്ടം. ഒരാണാണെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പനാവാം, അല്ലെങ്കിൽ ഒരു അനിയനോ അല്ലെങ്കിൽ ഒരു ചേട്ടനോ എന്നെനിക്ക് ആവാം. അപ്പോൾ നമ്മുടെ ആൾക്കാർ, കൂടുതലുള്ള ആൾക്കാർ എന്താ കാണണേ എന്താ പിടിക്കണേ എന്നുള്ള കാര്യം നമുക്കും ഒരു അറിവ് വേണമെന്നാണ് ഈ പറയണേ, മനസ്സിലാവണ്ട. അപ്പൊ ഈ എറർ ഹാൻഡലർ വന്നിട്ട് എന്താ പറയാ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലേ, ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാം, നമുക്കൊരു സംസ്കാരമുണ്ട്. ആസ് എ മലയാളി നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് പറ്റാത്ത ഒരു കാര്യങ്ങളും വെച്ച് പോലും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ. ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ സ്പേസാണ്, ഞാൻ വർത്താനം പറയും. നിങ്ങൾ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഡസൻ മാറ്റർ. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളോടും പറയണേ, ഒരു എന്താ പറയാ, ഒരിക്കലും ഇങ്ങനെയുള്ള ഈ പരിപാടികളിലേക്ക് നിൽക്കാനായിട്ട് നിൽക്കരുത്. നല്ല കാര്യങ്ങളാണെങ്കിൽ കാണാം. ഇപ്പൊ ഈ പറഞ്ഞ കിക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ പോലും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. ഒരു പെണ്ണ് ചുമ്മാ ഇരുന്ന് കുളിക്കുന്നത് പോലെ ഇട്ടിട്ട് ലൈവ് സ്ട്രീം ഞാൻ കണ്ടുന്നേ. ഇപ്പൊ കണ്ടില്ല എന്ന് പറയണില്ല, നമ്മൾ മനുഷ്യനല്ലേ. ഞാൻ കണ്ടുന്നേ. ഒരു പെണ്ണിരുന്ന് കുളിക്കുക, തുണിയില്ലാണ്ടൊന്നുമല്ല കേട്ടോ, തുണിയോട് കൂടി കുളിക്കണേ. അവള് ടൂ പീസ് ഇട്ടാണ് അവൾ കുളിക്കണേ. അതുപോലും കാണുന്ന ആൾക്കാരുണ്ട്. എത്ര KS ആണ് കാണുന്നത്, KS 10, 30, 40, 50 KS അടിച്ച് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാര് ശ്രദ്ധ പിടിച്ചു പറ്റാനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും അത്രത്തോളം തരം താണാനായിട്ട് തുടങ്ങി, മനസ്സിലാവണ്ട. അപ്പൊ അത് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ചുറ്റുവട്ടുള്ള ആൾക്കാർ എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നുള്ള കാര്യം. അപ്പൊ ഒരു വിഷയം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോ എറർ ഹാൻഡിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ വളരാനായിട്ട് നല്ല രീതിയിലാണ് നിങ്ങൾ വളർന്നോട്ടെ. അവർ കോടിക്കണക്കിന് കാശ് ഉണ്ടാക്കുന്നൊന്നും പ്രശ്നമൊന്നുമില്ല. അത് അവരുടെ സമയം കാരണം 10ഉം 12ഉം മണിക്കൂറൊക്കെയാണ് സ്ട്രീമിങ് ചെയ്തിട്ടാണ് അവർ കാശ് ഉണ്ടാക്കണേ. ഇല്ലാന്ന് ഞാൻ പറയണില്ല. അതവരുണ്ടായിക്കോട്ടെ. മിടുക്കന്മാരാണെന്നുണ്ടെങ്കിൽ അവരുണ്ടായിക്കോട്ടെ. നമുക്ക് അതിനുള്ള കഴിവില്ല. നമ്മൾ ആരോടും കഞ്ചാനും പോകണില്ല. ഇന്നലെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ലാസ്റ്റ് വീഡിയോ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇത് ചെയ്യാം, ഫോളോ ചെയ്യാം, മനസ്സിലാവണ്ട. അപ്പൊ കഴിവുള്ള ആൾക്കാർ അത് ചെയ്യട്ടെ, അതിലൊന്നും നമുക്കൊരു പരാതിയൊന്നുമില്ല. ബട്ട് കാണുമ്പോൾ എന്താ കാണണമെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ഇറങ്ങാനില്ല, ഇത്രയൊക്കെയുള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മളൊരു ഒരു 3 എപ്പിസോഡ് ഒരു സീരീസ് തുടങ്ങാനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ സാധനന്റെ ഇത് പെട്ടിട്ട് ഞാനിത് വീണ്ടും ഇതെടുത്തിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് തുടങ്ങി. സീരീസ് ഒന്നല്ല, ഇത് 3 വീഡിയോ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് നാളെ എങ്ങാനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഈ നമുക്കെന്ന് പറയുമ്പോൾ പറഞ്ഞ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,00,000 സബ്സ്ക്രൈബർ ഉള്ള പോലെയാ. ഒരു പട്ടികളും ഇല്ല, ഞാൻ മാത്രമല്ല എന്നെ കാണാനായിട്ട്. കാരണം ഇപ്പുറത്ത് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് എൻ്റെ ഇത്. എനിക്ക് ഇങ്ങനെ ആരെങ്കിലും മിണ്ടുണ്ടോ മുറുക്കുണ്ടോ എന്ന് അറിയാനായിട്ട്. ഒരു പട്ടികളും വരുന്നില്ല. വട്ടവർ ഡോൺ വരി, കാരണം ഇത് എൻ്റെ സ്പേസ് അല്ലേ, എനിക്ക് സംസാരിക്കാനുള്ള സ്പേസ് അല്ലേ. ആര് വന്നാലും വന്നില്ലെങ്കിലും ഡസൻ മാറ്റർ. അപ്പോൾ എപ്പോഴേലും ആരെങ്കിലും ഇരുന്ന് കാണാണെന്നുണ്ടെങ്കിൽ അതിനെനിക്കൊരു അഭിപ്രായം പറയാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹാൻഡിലർ നിർത്താണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഞാനിത് കഴിഞ്ഞിട്ട് വയറ് നിറച്ച് ബിരിയാണി അടിക്കാൻ പോകുന്നത്. എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ചിക്കൻ ബിരിയാണി, വറുത്ത് വെച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കഴിക്കാൻ പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യവാന്മാരായിട്ടിരിക്കുക. എന്താ പറയുക, നമ്മൾ കാണുന്ന വിഷയത്തെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ ഒരു ഒരു സ്കാനിങ് ഒക്കെ നടത്തുക. നല്ലതാണോ പൊട്ടയാണോ, ഇതെന്നെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഇത് കാണേണ്ടതാണോ, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരോടും വീണ്ടും ഒരു ഗുഡ് നൈറ്റ് പറയണം. അപ്പോൾ എറർ ഹാൻഡിൽ നാളെ വരും, വീണ്ടും വരും, എല്ലാ ദിവസവും ഉണ്ടാവും. ഇന്നലെ വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ നമ്മൾ പരമാവധി എല്ലാ ദിവസവും വരും. ഓക്കെ. അപ്പോൾ ചാവ് ചാവ്. ആൾട്ടയിൽ നിന്നും എറർ ഹാൻഡിലാണ്.